Hi Kitchen Recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള എള്ളുണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ വീഡിയോസ് എല്ലാം കാണണമെങ്കിൽ പ്ലീസ് താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊപ്പമുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 1/4 കപ്പ് വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. വെളുത്ത എള്ളിന് പകരം കറുത്ത എള്ളും ഉപയോഗിക്കാം, അല്ലെങ്കിൽ പകുതി വെളുത്ത എള്ളും പകുതി കറുത്ത എള്ളും ഉപയോഗിക്കാവുന്നതാണ്. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. കരിഞ്ഞു പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ നിറവും ചെറുതായിട്ട് മാറാൻ തുടങ്ങും, ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറണ്ട, ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എള്ള് മാറ്റിയതിന് ശേഷം ഇതേ പാനിലോട്ട് 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഉരുക്കി കഴിയുമ്പോൾ തന്നെ ഞാനൊന്ന് അരിച്ചെടുക്കാൻ പോകുന്നുണ്ട്. എല്ലാ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കളയാനായിട്ടാണ്. അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള എള്ളാണ്. ഈ എള്ളിൻ്റെ പകുതി ഭാഗം എടുത്ത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി പകുതി അതുപോലെ തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് കുറച്ച് ഭാഗം പൊടിച്ചെടുക്കുമ്പം ഇതിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ചെറിയൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരപ്പാനിയുടെ പാകം കറക്റ്റായോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ പാകം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബൗളിൽ വെള്ളത്തിലോട്ട് ഒരു തുള്ളി ശർക്കരപ്പാനി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ സാധിക്കും ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടില്ല. കുറച്ചും കൂടെ കഴിയുമ്പം നമുക്കൊന്നുകൂടി ഇട്ട് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലൊരു ബോൾ പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമുക്കിതിലോട്ട് എള്ളിൻ്റെ കൂട്ട്, നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എള്ളിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പൊടിച്ചതും ഉണ്ട് പൊടിക്കാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇതേ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ചൂട് കൊണ്ട് അത് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. ഇതിനെ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കുക. അതായത് കൈ പൊള്ളുന്ന പോലെയല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം പിടിക്കാൻ പറ്റുന്ന പോലെ ചെയ്യുക. കാരണം ഒരുപാട് ചൂടാറി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് 8 ചെറിയ എള്ളുണ്ടകളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള എള്ളുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹാർഡാവും. എന്നാൽ നമുക്ക് കടിക്കാൻ പറ്റാത്തൊരു ഹാർഡ്നെസ് ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും, മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഈസി ആയിട്ട് കടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോഫ്റ്റ്നെസ് തന്നെയാണ് ഈ ഒരു എള്ളുണ്ടയ്ക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ കടയിൽ നിന്നും കാണുന്ന ആ ഒരു ലുക്ക് ചിലപ്പോൾ ഇതിലില്ലായിരിക്കും. കാരണം നമ്മളിതിൽ കുറച്ച് എള്ള് പൊടിച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. കടയിൽ നിന്നും കിട്ടുന്നതിലൊന്നും അങ്ങനെ എള്ള് പൊടിച്ച് ചേർക്കാറില്ല. അതുകൊണ്ടാണ് ആ ഒരു ലുക്കിലൊരു വ്യത്യാസം വരുന്നത്. പക്ഷേ ഇതുപോലെ എള്ള് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ എള്ളുണ്ടയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.